അലർജി കാരണം ഇഷ്ടപ്പെട്ടിട്ടുള്ള ജോലി ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടോ? നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കളൊക്കെ അലർജി കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫർണിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഈ വാർണിഷിന്റെ സ്മെല്ലൊന്നും പറ്റാതാവുകയും ഇഷ്ടപ്പെട്ട ജോലി ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. കൂടുതൽ തണുപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് ട്രിഗർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജോലി ഒഴിവാക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾ എന്തുകൊണ്ട് ട്രിഗർ ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ഉദാഹരണമായിട്ട് ചില ആളുകൾക്ക് സ്മെല്ലായിരിക്കാം, ചില ആളുകൾക്ക് അത് തണുപ്പായിരിക്കാം, കാലാവസ്ഥ വ്യതിയാനങ്ങളായിരിക്കും, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും, അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് വേണ്ടത്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യുക. ഒരു അസുഖം എന്ന് കരുതി നമ്മൾ അലർജിയെ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ട്രീറ്റ് ദ പേഷ്യന്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ ഒരാളുടെ എല്ലാ കാര്യങ്ങളും, അതായത് ജീവിത സാഹചര്യങ്ങൾ, അവരുടെ ഫാമിലി ഹിസ്റ്ററി, പേഴ്സണൽ ഹിസ്റ്ററി, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടുള്ള വ്യക്തിഗത ചികിത്സയിലൂടെ നമുക്ക് ഈ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ മാറ്റിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് ജോലിയൊന്നും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുത്താൽ മതി. വ്യക്തിഗത ചികിത്സ ചെയ്യുന്നതിലൂടെ തന്നെ അലർജിയുടെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ജോലിയൊക്കെ സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ അലർജി കാരണം ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഫ്രണ്ടിന് നിങ്ങൾ ഇന്ന് തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ.